രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ സദ്യയ്ക്കുള്ള ഒരു തീയലാണ്. ആദ്യം തീയലിനുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഉരുളി വെച്ച് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരമുറി തേങ്ങ ചിരണ്ടത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒന്ന് കളറ് മാറി വരുമ്പോൾ 6-7 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചെറുതായി മൂത്തു വരുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. തീയൽ തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 7-8 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മുരിങ്ങക്ക കട്ട് ചെയ്തതും 3 പച്ചമുളക് സ്ലൈസ് ചെയ്തതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടപ്പ് മാറ്റി ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും തക്കാളിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി അടച്ചു വെച്ച് എണ്ണ തെളിയുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. ആവശ്യത്തിന് കുറുകിക്കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് താളിക്കാം. താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇതൊന്ന് താളിച്ചു കൊടുക്കുകയാണ്. ഒരൽപ്പം എണ്ണയൊഴിച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം കറിവേപ്പിലയും 2 വറ്റൽമുളക് മുറിച്ചതും ചേർത്ത് താളിക്കാം. ഇനി ഇത് തീയലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.